പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നിങ്ങളിലേക്ക് കൃപ ചൊരിയട്ടെ. അവിടുത്തെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടട്ടെ. അവിടുത്തെ സമാധാനത്താൽ നിങ്ങൾ നിറയപ്പെടട്ടെ. സൗമ്യതയും ശാന്തതയും ഇന്നത്തെ കാര്യങ്ങളിലെല്ലാം കൈമുതലാക്കാനുള്ള കൃപ ഈശോ നിങ്ങൾക്ക് തരട്ടെ. വചനം സങ്കീർത്തനം 19:7. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. നമ്മളുടെ ഒന്നിലും നമ്മൾ അഹങ്കരിക്കണ്ട. മറിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളണം. ഉണ്ടോ? കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളണം. ഇന്ന് എല്ലാ കാര്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവാണ് എൻ്റെ ഇടയൻ, അവിടെ നിന്നാണ് എന്നെ സംരക്ഷിക്കുന്നത്, അവിടെ നിന്നാണ് എൻ്റെ അഭിമാനം. ജോലി ചെയ്യുമ്പോൾ പറയണം, ഇങ്ങനെ നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നത് എൻ്റെ കർത്താവ് ഉള്ളത് കൊണ്ടാ. അവിടെ നിന്നിൽ അഭിമാനം കൊള്ളണം. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയണം, കർത്താവാ എനിക്ക് അന്നം തന്നെ, അവിടെ നിന്നിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും കർത്താവിൽ അഭിമാനം കൊള്ളാനുള്ള തുറവിയും എളിമയും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വായിക്കുമല്ലോ, ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം. ഇപ്പോൾ ഗോലിയാത്ത് എന്താ പറയുന്നത്? ഈ കുതിര അവനവൻ്റെ വസ്ത്രത്തിലും പടച്ചട്ടയിലും കുന്തത്തിലും അവൻ്റെ ആരോഗ്യത്തിലും കരുത്തിലും ഒക്കെ അഹങ്കരിക്കുക അവൻ. പക്ഷേ ദാവീദ് എന്താ ചെയ്യുന്നത്? ദാവീദ് പറയുന്നത് എന്താ? നീ കുന്തവും പടച്ചട്ടിയായിട്ടൊക്കെ എന്നെ ആക്രമിക്കാൻ വരുന്നു. ഞാനാകട്ടെ ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ആ യുദ്ധത്തിന് വന്നിരിക്കുന്നേ. അവിടെ നിന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കണ്ടോ? കർത്താവിന്റെ നാമം അഭിമാനം കൊള്ളുകയാണ് ആര്? ദാവീദ്. അതുപോലെ കർത്താവില് ആനന്ദം കൊള്ളാൻ, കർത്താവില് ആശ്രയിക്കാൻ, കർത്താവില് അഭിമാനം കൊള്ളാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. വിനീതമായ മനസ്സോടെ താഴ്മയോടെ കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് കർത്താവിൽ അഭിമാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആനന്ദിക്കാനും ആസ്വദിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, കർത്താവായ ദൈവമേ, അങ്ങാണ് എൻ്റെ അഭിമാനം. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.